ഇന്നത്തെ അറിയിപ്പുകൾ. എമിറേറ്റ്സ് ഗ്രൂപ്പിൽ 100-ലേറെ തൊഴിലവസരങ്ങൾ. എമിറേറ്റ്സിന്റെ വ്യോമയാന കോർപ്പറേറ്റ് വിഭാഗങ്ങളിലായാണ് വിവിധ തസ്തികകളിലേക്ക് നിയമനം. പരിചയസമ്പന്നരായ പ്രൊഫഷണലുകൾക്കൊപ്പം എൻട്രി ലെവൽ ഉദ്യോഗാർത്ഥികൾക്കും അവസരമുണ്ട്. IT, എഞ്ചിനീയറിംഗ് ആൻഡ് മെയിൻ്റനൻസ്, എയർപോർട്ട് ഓപ്പറേഷൻസ്, ലോജിസ്റ്റിക്സ്, ഹ്യൂമൻ റിസോഴ്സസ്, കസ്റ്റമർ സർവീസ് തുടങ്ങിയ വിവിധ മേഖലകളിലാണ് ഒഴിവുകൾ. എമിറേറ്റ്സ് ഗ്രൂപ്പിന്റെ കരിയർ പോർട്ടൽ വഴി അപേക്ഷിക്കാം. തസ്തികയും ഉദ്യോഗാർത്ഥിയുടെ പരിചയസമ്പത്തുമനുസരിച്ച് ആകർഷകമായ ശമ്പള പാക്കേജാണ് ലഭിക്കുക. നികുതിയില്ലാത്ത ശമ്പളം, താമസ സൗകര്യം അല്ലെങ്കിൽ ഹൗസിംഗ് അലവൻസ്, സമഗ്ര മെഡിക്കൽ ഇൻഷുറൻസ്, വർഷത്തിൽ വിമാന ടിക്കറ്റുകൾ, ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കും യാത്രാ ആനുകൂല്യങ്ങൾ എന്നിവ വിവിധ തസ്തികകളിലെ ആനുകൂല്യങ്ങളിൽ ഉൾപ്പെടും. ഏറ്റവും ഉയർന്ന പ്രതിഫലം പൈലറ്റ് തസ്തികയിലാണ്. ഏകദേശം 12 ലക്ഷം ദിർഹം വരെയാണ് വാർഷിക പാക്കേജിന്റെ മൂല്യം. പ്രതിമാസം ശരാശരി 85 മണിക്കൂർ പറക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 5.75 ലക്ഷം ദിർഹം വാർഷിക ക്യാഷ് ശമ്പളം ലഭിക്കും. കമ്പനിയുടെ താമസ സൗകര്യം, പരമാവധി 3 കുട്ടികൾക്ക് വിദ്യാഭ്യാസ അലവൻസ്, 42 ദിവസത്തെ വാർഷിക അവധി, യോഗ്യരായ കുടുംബാംഗങ്ങൾക്ക് ബിസിനസ് ക്ലാസ് വാർഷിക യാത്രാ സൗകര്യം തുടങ്ങിയവയും പാക്കേജിലുണ്ട്. നാഷണൽ കാഡറ്റ് പൈലറ്റ് പ്രോഗ്രാമിലേക്കുള്ള നിയമനവും എമിറേറ്റ്സ് ഗ്രൂപ്പ് തുടരുകയാണ്. പരിശീലനത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്ത ശമ്പളമാണ് ലഭിക്കുക. ക്യാബിൻ ക്രൂ ജീവനക്കാർക്ക് നികുതിയില്ലാത്ത ശമ്പളമാണ് ലഭിക്കുക. പ്രതിമാസ അടിസ്ഥാന ശമ്പളം 4980 ദിർഹമാണ്. ഇതിനു പുറമെ ഓരോ ഫ്ലൈറ്റ് മണിക്കൂറിനും 69.60 ദിർഹം ഫ്ലൈയിംഗ് പേ ലഭിക്കും. ലേ ഓവർ സമയത്തെ ഭക്ഷണ അലവൻസ്, ഹോട്ടൽ താമസം, വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള ഗതാഗത സൗകര്യം എന്നിവയും കമ്പനി നൽകും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. തമിഴ്നാടിന്റെ അപ്രതീക്ഷിത വിലക്ക് കേരളത്തിലെ നിർമ്മാണ മേഖലയ്ക്ക് കനത്ത തിരിച്ചടി. പാറ, എംസാൻഡ്, മെറ്റൽ അടക്കമുള്ള നിർമ്മാണ സാമഗ്രികളുടെ വരവ് നിലച്ചതോടെ വില കുതിക്കുന്നു. ഒരു ചാക്ക് സിമന്റ് വില 480 രൂപ വരെ. 1 കിലോ TMT കമ്പിക്ക് 85 രൂപ. വില കുതിക്കുമ്പോൾ കേരളത്തിലെ നിർമ്മാണ മേഖല കിതയ്ക്കുകയാണ്. കേരളത്തിലേക്ക് നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നതിന് തമിഴ്നാട് വിലക്കേർപ്പെടുത്തിയതോടെയാണ് വിലക്കയറ്റവും രൂക്ഷമായത്. ഇത് നിർമ്മാണ മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. കഴിഞ്ഞയാഴ്ച വരെ TMT കമ്പികളുടെ വില കിലോയ്ക്ക് 68 രൂപയായിരുന്നു. ഇപ്പോൾ 85 രൂപ വരെ. ബ്രാൻഡഡ് അല്ലാത്ത കമ്പികളുടെ വില 63 നിന്ന് 70 രൂപയായി. 1 ലോഡ് എംസാൻഡിന് 5400 രൂപ മുതൽ 5700 രൂപ വരെ ഇപ്പോൾ ഈടാക്കുന്നു. നേരത്തെ ഇത് 5000 രൂപയായിരുന്നു. 1 ലോഡ് പാറയുടെ വില 4000 നിന്ന് 4500 രൂപയായി. മെറ്റലിന് 4700 നിന്ന് 5200 സിമന്റ് കട്ടയ്ക്കും 36 രൂപയിൽ നിന്ന് 40 രൂപയായി. ചെങ്കല്ലിന് 9 രൂപയാണ് വിലയെങ്കിലും ഉൽപാദനം കുറഞ്ഞതിനാൽ വലിയ ക്ഷാമമാണ്. നിലവിൽ കേരളത്തിൽ വീട് നിർമ്മിക്കാനുള്ള ചെലവ് സ്ക്വയർ ഫീറ്റിന് 2500 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ വിവിധ കമ്പനികളുടെ സിമന്റുകൾക്ക് 10 മുതൽ 15 രൂപ വരെയാണ് വർദ്ധിച്ചത്. മലബാർ സിമന്റിന്റെ മൊത്ത വ്യാപാര നിരക്ക് ചാക്കിന് 300 രൂപ. ചില്ലറ വിപണിയിലെത്തുമ്പോൾ ഇത് 350 രൂപയാകും. അൾട്രാടെക്, ശങ്കർ, റാംകോ തുടങ്ങിയ സ്വകാര്യ ബ്രാൻഡുകൾക്ക് 380 മുതൽ 480 രൂപ വരെയാണ് വില. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പ്രിയദർശിനി പദ്ധതി ഉടൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ സമീപിച്ച് സ്വകാര്യ ബസ് ഉടമ. CCI ഹർജി ഫയലിൽ സ്വീകരിച്ചതോടെ പദ്ധതിയുടെ സാധുത സംബന്ധിച്ച് പുതിയ നിയമ പോരാട്ടത്തിന് കളമൊരുങ്ങി. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനി നടപ്പിലാക്കിയത് സ്വകാര്യ ബസ്സുകളുടെ മത്സരക്ഷമത ഇല്ലാതാക്കിയെന്നും KSRTCക്ക് മാത്രം നേട്ടം ലഭിക്കാൻ ഇടയാക്കിയെന്നുമാണ് ഹർജിയിലെ പരാതി. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റും ബസ് ഉടമകളുടെ കോഓർഡിനേറ്റർ കമ്മിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റുമായ ബിബിൻ T. ആലപ്പാട്ടാണ് ഹർജി നൽകിയത്. വിപണിയിലെ തുല്യ മത്സര സാഹചര്യമെന്ന സാമാന്യനീതിക്ക് വിരുദ്ധമാണ് സർക്കാർ പദ്ധതി. പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയതോടെ യാത്രാ സൗജന്യമാണെന്ന ഏക കാരണത്താൽ സ്വകാര്യ ബസ്സുകളിൽ നിന്ന് വൻതോതിൽ യാത്രക്കാർ KSRTCയിലേക്ക് യാത്ര മാറ്റി. ഇത് സ്വകാര്യ ബസ്സുകളുടെ വരുമാനത്തിൽ വൻ നഷ്ടമാണുണ്ടാക്കിയത്. ബസ് സർവീസ് നടത്തുകയെന്നത് സാമ്പത്തികമായി ലാഭകരമല്ലാതായെന്നും ഇതിനകം 750 സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിയെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.